Manasa, good morning. Good morning, Vinisha. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മഴ മാറി നിൽക്കുന്ന ഒരു പ്രഭാതം എങ്ങനെയാണ് സംസ്ഥാനത്തെ മൊത്തം ജില്ലകളിലെ അലേർട്ടുകളൊക്കെ? തീർച്ചയായും വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കനത്ത മഴ അല്ലെങ്കിൽ കാലവർഷത്തിന്റെ തീവ്രത കുറഞ്ഞ ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം മുതലാണ് ഇത്തരത്തിൽ മഴയ്ക്ക് നേരിയ ശമനം അനുഭവപ്പെട്ടത്. അതിനു മുന്നേ തന്നെ അതിതീവ്ര മഴയും ഒപ്പം തന്നെ വ്യാപക നാശനഷ്ടവും എല്ലായിടങ്ങളിലും വെള്ളം കയറുന്ന ഒരു സ്ഥിതിയൊക്കെയായിരുന്നു. എന്നാൽ നിലവിൽ ശാന്തമാണ് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. നിലവിൽ 4 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. എറണാകുളം, ആലപ്പുഴ, അതോടൊപ്പം തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ശക്തമായ മഴ മുന്നറിയിപ്പ് ആണെങ്കിൽ കൂടിയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള മഴ ലഭിച്ചേക്കാമെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ അലർട്ടുകൾ ഇല്ല എങ്കിൽ കൂടിയും ഇത്തരത്തിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള മഴയാണെങ്കിൽ കൂടിയും ശക്തമായ രീതിയിലുള്ള കാറ്റായിരിക്കും. ഈ കാറ്റിൽ തന്നെയാണ് വ്യാപക നാശനഷ്ടം ഉൾപ്പെടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാറ്റിനെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപകട സാധ്യതകളിൽ ഉള്ള മരങ്ങളൊക്കെയും മുറിച്ചു മാറ്റണം. അത്തരത്തിൽ മരങ്ങളുടെ ഇടയിലാണ് താമസമെങ്കിൽ അതൊക്കെയും തന്നെ ശ്രദ്ധിക്കണം എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. എങ്കിൽ കൂടിയും മഴ നേരിയ രീതിയിൽ ഉണ്ടായേക്കാം എന്ന പ്രവചനവുമുണ്ട്. ഇന്ന് മുതൽ മഴയ്ക്ക് ഈ രീതിയിലുള്ള ഒരു ശക്തമായ അല്ലെങ്കിൽ നേരിയ രീതിയിലുള്ള മഴയായിരിക്കും ഉണ്ടാവുക എന്ന പ്രവചനമാണ് ഉള്ളത്. അടുത്ത 5 ദിവസം വരെ ഇത്തരത്തിലുള്ള മഴയായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ കേരള തീരത്ത് നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശമാണ്. ഈ കള്ളക്കടൽ പ്രതിഭാസവും അതോടൊപ്പം തന്നെ കാലവർഷം കനത്തതോടുകൂടി കടലാക്രമണത്തിനും ഒക്കെയും സാധ്യതയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ ഈ കടലാക്രമണവും കടലേറ്റവും തന്നെയായിരുന്നു തീരങ്ങളിലൊക്കെയും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖലയിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണം. നിലവിൽ മഴ ശാന്തമാണെങ്കിൽ കൂടിയും മത്സ്യബന്ധന വിലക്കൊക്കെയും തുടരുകയാണ്. ഒപ്പം തന്നെയാണ് ഖനന പ്രവർത്തനങ്ങൾക്കും ക്വാറി അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വിലക്കൊക്കെയും തന്നെ നിലവിൽ തുടരുകയാണ്. അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇത്തരം കേന്ദ്രങ്ങളിലൊന്നും സഞ്ചാരികളോ ആളുകളോ പോകാൻ പാടില്ല എന്ന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് മലയോര മേഖലയിൽ ഇപ്പോൾ നഗരത്തിലൊക്കെയും തീവ്രത കുറഞ്ഞെങ്കിലും ഈ മലയോര മേഖലയിൽ മഴ പെയ്യുന്ന സമയത്ത് അതിശക്തമായ രീതിയിൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടും മലയോര മേഖലയിലുള്ളവരും അതീവ ജാഗ്രത തുടരണമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ ശാന്തമാണെങ്കിൽ കൂടിയും വടക്കൻ മലബാറിലൊക്കെയും തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മഴ നല്ല രീതിയിൽ പെയ്യുന്ന ഒരു സ്ഥിതിയായിരുന്നു. ആ ഒരു സാധ്യത കൂടി കണക്കാക്കിയാണ് ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഈ എന്തെങ്കിലും അപകട സാധ്യതകൾ ഒരു ദുരന്ത സാധ്യതകളൊക്കെയും തന്നെ ഉണ്ടാവുകയാണെങ്കിൽ സംസ്ഥാനം പൂർണ്ണ സജ്ജമാണ് എന്ന കാര്യം സംസ്ഥാന സർക്കാർ തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്. റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോടും പറഞ്ഞതാണ്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 4000-ൽ പരം ക്യാമ്പുകളാണ് ഒരുക്കിയത്. നിലവിൽ 60 ക്യാമ്പുകളിലായി അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ വന്ന കണക്ക് പ്രകാരം 177 ക്യാമ്പുകളിലായാണ് ഇത്തരം ആളുകൾ താമസിക്കുന്നത്. ഒരുപക്ഷെ സ്ഥിതി മോശമാവുകയാണെങ്കിൽ അവരെയും കൂടി ഉൾക്കൊള്ളിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാനത്ത് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിരിക്കുന്ന താലൂക്ക് കൺട്രോൾ റൂമുകളുടെ കാര്യവും എടുത്തു പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ആളുകളെ എത്രത്തോളം സുരക്ഷിതരാക്കാൻ പറ്റുമോ അതിനുള്ള എല്ലാ നടപടികളും വിവിധ വകുപ്പുകളും ഏകോപിച്ച് നടന്നു വരികയാണ്. KSEB ആണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും എല്ലാവരും തന്നെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. വിനിഷ, മനസ്സ, ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് ഒരു അപകടമുണ്ടായിരുന്നല്ലോ. അതിലൊരാൾ മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു. അയാൾക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. അത് സംബന്ധിച്ച വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ബാക്കിയുള്ള എല്ലാവരെയും തന്നെ എത്തിക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെയാണ് ഒരാളെ മാത്രമാണ് ഇനി തിരിച്ച് എത്തിക്കാനുള്ളത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ വ്യാഴാഴ്ചയായിരുന്നു 2 വള്ളങ്ങളും വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടിരുന്നത്. പിന്നാലെ അപകടത്തിൽപ്പെട്ട വള്ളങ്ങളെ ഈ 2 ദിവസം നീണ്ട തിരച്ചിലിന് ഒടുവിലാണ് കണ്ടെത്തുന്നതും ആളുകളെ സുരക്ഷിതമായി എത്തിക്കുന്നതും. അതിന്റെ ആ ഒരു നടപടിക്രമങ്ങൾ ഇപ്പോഴും വിഴിഞ്ഞത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം
മന്ത്രി വി ശിവൻകുട്ടി സ്ഥലമെത്തി സന്ദർശിച്ചിരുന്നു. എല്ലാവിധ നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചെയ്തു വരുന്നുണ്ട് എന്ന ഉറപ്പ് ഒക്കെയും തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളെ കേൾക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തന്നെയാണ് സംസ്ഥാന സർക്കാരും പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിരുന്നു. ഈ ഒരു ആശ്വാസത്തിൽ തന്നെയാണ് അവിടെയുള്ള തൊഴിലാളികളും എന്ന് പറയുന്നത്. ഏതായാലും ഇനി ഒരാളെയാണ് കണ്ടെത്താനായി ഉള്ളത്. അതിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തി വരികയാണ്. ഉടൻ തന്നെ തിരിച്ചെത്തിക്കാൻ സാധിക്കുമെന്ന നിഗമനത്തിലാണ് ഈ സംഘം ഉള്ളത്. വിനിഷ.